നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ കത്തോലിക്ക സഭ UDF-ന് പരസ്യ പിന്തുണ നൽകിയിരുന്നു. UDF വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു. പട്ടിക തയ്യാറാക്കുന്നതിന് തൊട്ടു മുൻപ് വരെ M. വിൻസെന്റിന്റെ പേരും ഉയർന്നു വന്നതായി വാർത്തകളും വന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രതിനിധി പോലും പട്ടികയിൽ ഉൾപ്പെട്ടില്ല. ഇത്തവണ സർക്കാർ അധികാരത്തിലെടുക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലത്തീൻ സഭയടക്കം രംഗത്ത് വന്നു. ഞങ്ങളെല്ലാവരും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? അല്ല, മന്ത്രിസ്ഥാനം പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്ന പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിൽ പരിഗണിക്കേണ്ട ആളുകൾക്ക് അവസരം കൊടുക്കാതെ വരും, ചിലർക്ക് അവസരം കൊടുക്കുക. അത് അവരുടെ പ്രത്യേകമായ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല, സാഹചര്യങ്ങളുടെ ഇപ്പം സാമൂഹ്യമായ പരിഗണനകൾ, പ്രാദേശികമായ പരിഗണനകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അത് കാര്യമില്ല. കാരണം ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് UDF-ന്റെ നന്നായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ UDF വോട്ട് ചെയ്യുന്നവരാണ്. അപ്പം അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ കോൺഗ്രസിൽ നിന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ജെന്യുവിനായിട്ടുള്ള പരാതിയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വന്നപ്പോൾ കഴിഞ്ഞില്ല. എന്നാലും ലത്തീന് മന്ത്രിസഭയിൽ ഒന്നാകെ നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിലും അവരുടെ കൺസേൺ ഈ ഗവൺമെൻറ് കാണും, പരിഹരിക്കും. തീരദേശത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം തനിക്ക് പ്രതികൂല ഘടകമായെന്നും M. വിൻസെന്റ് പറഞ്ഞു. എനിക്കതിൽ അതൃപ്തിയുണ്ട് എന്ന് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞാൻ എല്ലാവരോടും പറയാൻ, എന്നാലും എന്നോട് ചോദിച്ചു അവസാനം മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ. അപ്പം നമ്മൾ എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് പറയുക എന്നുള്ളതാണ്. ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരുണ്ടായിരിക്കുമ്പോഴാണ് എനിക്ക് 3 തവണ ഒരു നിയമസഭാംഗമാകാനുള്ള അവസരം ഈ പാർട്ടി നൽകിയത്. അതെ, തീർച്ചയായിട്ടും അതെന്നെ പാർട്ടി പരിഗണിക്കുന്നത് കൊണ്ടാണ്. ക്യാമറാമാൻ MP വിജയനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും സുബിത സുകുമാർ, ജീവൻ ന്യൂസ്.